സർ, നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയിലേക്ക് നയിച്ച ഏറ്റവും വലിയൊരു പ്രക്ഷോഭമാണ് പ്രക്ഷോഭത്തിലൂടെയാണ് രാജ്യം കടന്നുപോയത്. പക്ഷേ ഈ പ്രക്ഷോഭ സമരത്തിൽ അല്ലെങ്കിൽ ഈ പ്രതിഷേധത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ തന്നെ ഏറ്റവും വലിയൊരു പ്രതിപക്ഷ പാർട്ടിക്ക് എന്തായിരുന്നു റോൾ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ലായിരുന്നു. CJPയുടെ ചുവട് പിടിച്ച് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അതിന്റെ ചുവട് പിടിച്ച് അവിടെ എത്തിച്ചേർന്ന ആളുകൾ ഏറ്റെടുത്ത ഒരു സമരം, ഒടുവിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, അതിനുശേഷം അതിന്റെ ഒരു പങ്ക് വഹിക്കാൻ ഞാനുണ്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് വരുന്ന കോൺഗ്രസിനെയും അതുപോലെ തന്നെ മറ്റു പ്രതിപക്ഷ പാർട്ടികളെയും ഒക്കെയാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം ഇങ്ങോട്ട് വരുന്നത് രാഹുൽ ഗാന്ധിയുടെ പലതരത്തിലുള്ള പ്രസ്താവനകളാണ്. ഈ ഒരു സമരം വിജയിപ്പിച്ച് അല്ലെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാനെ കൊണ്ട് രാജിവെപ്പിച്ച CJPക്കോ അതിന്റെ അമരക്കാർക്കോ ഇല്ലാത്ത രീതിയിലുള്ള ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആണ് ഇതിനിടയിൽ രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകൾ ഏറ്റവും ഒടുവിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ അതിരൂക്ഷമായി വിമർശിക്കുന്ന രീതിയിൽ വരെ അത് എത്തി നിൽക്കുന്നു. പാർലമെന്റിലുള്ള അദ്ദേഹത്തിന്റെ അഭാവത്തെ ചോദ്യം ചെയ്യുന്നു. ഒരൊറ്റ ചോദ്യമാണ് അവശേഷിക്കുന്നത്: വലുതായി താൻ എന്തോ ചെയ്തു എന്ന രീതിയിലേക്ക് പുറത്തു വരുന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകൾ, അല്ലെങ്കിൽ വലുത് എന്ന രീതിയിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നിൽക്കുന്ന രാഹുൽ ഗാന്ധി തന്നെ ചെറുതാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ വേണം നമുക്ക് അനുമാനിക്കാൻ. കാരണം ഇന്നലെ അദ്ദേഹം പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനകൾ വളരെ നിലവാരം കുറഞ്ഞതായി പോയി എന്ന് പ്രതിപക്ഷത്തും ഭരണപക്ഷത്തുമുള്ളവർക്ക് തന്നെ അഭിപ്രായം ഉണ്ട് എന്ന് വേണം പറയാൻ. കാരണം പ്രതിപക്ഷത്തുള്ളവർ തന്നെ അടക്കം പറയുന്നത് അത്ര കടുപ്പിച്ച് പറയേണ്ടിയിരുന്നോ? അതായത് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ഒരു കേന്ദ്രമന്ത്രിക്ക് തുല്യമായ ഒരു സ്റ്റാറ്റസിൽ ഇരിക്കുന്ന ആളാണ് അദ്ദേഹം. ക്യാബിനറ്റ് പദവിയും നമ്മുടെ ഷാഡോ പ്രൈം മിനിസ്റ്ററാണ് അദ്ദേഹം. അതായത് ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ അതേ സ്റ്റാറ്റസിൽ തന്നെ പറയാനും മറുപടി പറയാനും ബാധ്യസ്ഥനായ ഒരാളാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തിന് എല്ലാ വിധത്തിലും ആ യോഗ്യതകളും അർഹതകളും സ്ഥാനമാനങ്ങളും ക്യാബിനറ്റ് പദവിയും ഇസഡ് കാറ്റഗറി പ്രൊട്ടക്ഷനും ഒക്കെ കൊടുത്ത് അവിടെ നമ്മൾ നിർത്തിയിരിക്കുന്നത് അദ്ദേഹം വലിയ കാര്യങ്ങൾ പറയാനും വലിയ കാര്യങ്ങൾ ചെയ്യാനും. പക്ഷേ കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി അദ്ദേഹം വലുതാവാൻ ശ്രമിച്ചപ്പോഴൊക്കെ ചെറുതായി എന്ന് പറഞ്ഞത് കറക്റ്റാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അദ്ദേഹം ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നടന്നപ്പോഴൊന്നും അദ്ദേഹം ഇതിനെ ശക്തമായി അപലപിക്കുകയോ അതിലിടപെടുകയോ ചെയ്തില്ല. അപലപിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അത് ഒരു പ്രതിപക്ഷ നേതാവിന്റെ ഒഴുക്കൻ മട്ടിലുള്ള ഇതിന് വലിയ അന്വേഷണം വേണം, വലിയ ഗുരുതരമായ മിസ്റ്റേക്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. ഒരു പ്രക്ഷോഭത്തിലെങ്ങാണ്ട് പങ്കെടുത്തത് വേണമെങ്കിൽ പറയാൻ രാജസ്ഥാനിൽ അദ്ദേഹം ഈ നീറ്റ് പരീക്ഷ ഏറ്റവും കൂടുതൽ കുഴപ്പങ്ങൾ നടന്ന ഒരു സ്ഥലത്താണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ ഒരു പ്രക്ഷോഭത്തിന് എന്ന് വേണമെങ്കിൽ പറയാവുന്ന വിധത്തിൽ, അതായത് വലിയ ആൾക്കൂട്ടമൊന്നും അല്ല എന്നാലും ആയിരക്കണക്കിന് ആൾക്കാരെ സംഘടിപ്പിച്ചൊരു പരിപാടി അവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. ഒറ്റ ദിവസത്തെ പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞാൽ ഇത് ഏതാണ്ട് കെട്ടടങ്ങി നിശബ്ദമായതാണ്. അപ്പോഴാണ് സോനം വാങ്ചുക്കിനെ നിരാഹാരത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ആദ്യം വിദ്യാർത്ഥികൾ ഒറ്റയ്ക്ക് നടത്തിയ സമരത്തിൽ ഒരു അനക്കം കണ്ടില്ല. പിന്നെ 20 ദിവസത്തോളം കഴിഞ്ഞപ്പം സോനം വാങ്ചുക്കിനെ എത്തിക്കുന്നു. അദ്ദേഹത്തിന്റെ നിരാഹാരമാണ് പിന്നെ ഇതിനെ ദേശീയ തലത്തിൽ ശ്രദ്ധയുള്ളതാക്കി മാറ്റിയത്. അദ്ദേഹം ഇത് ഒരു വലിയ വിഷയമാക്കി കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ നിരാഹാരത്തിനോടൊപ്പം കൂടുതൽ പേര് സമരരംഗത്തേക്ക് വന്നു, കൂടുതൽ കുട്ടികളെ സമരരംഗത്തേക്ക് എത്തിച്ചു. ഇതെല്ലാം ഒരു പ്ലാൻഡ് തിയറിയാണ്. കാരണം മൺസൂൺ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ഇതെല്ലാം 40 ദിവസത്തെ പ്രക്ഷോഭം ആദ്യം ഞങ്ങൾ സമാധാനപരമായി നടത്തി, പിന്നെ ഞങ്ങൾ നിരാഹാരം നടത്തി, 20 ദിവസം നിരാഹാരം നടത്തി. അപ്പൊ 20 ദിവസം എന്ന് പറയുന്നത് എന്നാണോ മൺസൂൺ സെഷൻ ആരംഭിക്കുന്നത് അപ്പോഴേക്കും 20 ദിവസമാകും. സാധാരണ ഇതിൽ ഒരാള് പട്ടിണി കിടന്നാൽ, നിരാഹാരം കിടന്നാൽ 20 ദിവസം ആകുമ്പോൾ മിക്കവാറും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു 20 കഴിയുമ്പോൾ 20, 21, 22 ഒക്കെയാണ് കൂടുതൽ പോവുക. അത് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട സ്റ്റേജിലേക്ക് പോകും. അപ്പോ കറക്റ്റ് മൺസൂൺ സെഷൻ ആരംഭിക്കുമ്പോൾ വാങ്ചുങ്ങിന്റെ വളരെ അവശമായ ആ ശരീരവും എടുത്തുകൊണ്ട് ഒരു റാലി പാർലമെന്റ് സ്ട്രീറ്റിലേക്ക് നടത്തുക എന്നുള്ളതായിരുന്നു സമരക്കാരുടെ ഉദ്ദേശം. അപ്പൊ ഇത്രയും വലിയ പരിപാടികൾ നടത്തുകയും ലക്ഷക്കണക്കിന് ഇല്ലെങ്കിലും ലക്ഷങ്ങൾ എന്ന് പറയുന്ന വിധത്തിൽ CJP അണിനിരത്തിയ ആൾക്കൂട്ടവും ഒക്കെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷം നിഷ്പ്രഭരായി പോയി എന്നുള്ളതാണ്. ഭരണപക്ഷത്തിനും ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നു. അവർക്കും ഇതെങ്ങനെ നിയന്ത്രിക്കണമെന്ന് അറിഞ്ഞില്ല. ഔട്ട് ഓഫ് കൺട്രോൾ ആയി പോയെങ്കിലും ഏറ്റവും കൂടുതൽ വെട്ടിലായത് പ്രതിപക്ഷമാണ്. ഇവിടെ ഒരു പ്രതിപക്ഷം ഇല്ലേ എന്ന് ചോദിക്കേണ്ട അവസ്ഥ വന്നു. കാരണം തെരുവിൽ കുട്ടികൾ ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടാക്കിയത് എന്തിന്? അത് അംഗീകൃത പാർട്ടികളല്ലേ ഇത് ചെയ്യേണ്ടത്. ഇന്ത്യയിൽ അംഗീകൃത രജിസ്റ്റേർഡ് പാർട്ടികൾ ഇരിക്കുമ്പോൾ CJP എന്ന രജിസ്റ്റേർഡ് അല്ലാത്ത ഒരു പാർട്ടി, പാർട്ടി ഇങ്ങനെ ഒരു പ്രക്ഷോഭത്തിന് ഇറങ്ങുമ്പോൾ അത് ഏത് നീതിയുടെ പുറത്ത്, ഏത് ന്യായത്തിന്റെ പുറത്ത് എന്ന് ചോദിക്കുന്ന അവസ്ഥ വന്നു. അത് മാത്രമല്ല, പ്രക്ഷോഭം വളരെ രൂക്ഷമായ വിഷയങ്ങളിലേക്ക് കടന്നു. അതിൽ
പ്രധാന പ്രശ്നമുണ്ടാക്കിയത് ഒരുപക്ഷെ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവാണെന്ന് പറയാം. അദ്ദേഹത്തിന്റെ ധൈര്യം കാണിക്കാനായിട്ട് അദ്ദേഹം കാണിച്ചത് തന്നെ മോശമായിപ്പോയി. കാരണം ഖാർഗെയുടെ വസതിയിൽ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് കട്ട് ചെയ്യുന്നതിനായിട്ട് എത്തും എന്ന് പറയുകയും അവിടെ എത്തിയതിനു ശേഷം അദ്ദേഹം പ്രധാനമായിട്ട് ചെയ്തത് കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ ഉടനെ എല്ലാ എംപിമാരോടും അവിടെ എത്തിയ മുഖ്യമന്ത്രിമാര്, കേരളത്തിലെ വി ഡി സതീശനായാലും കർണാടക മുഖ്യമന്ത്രി ആയാലും രണ്ടുപേരെയും ഉൾപ്പെടെ ചേർത്തുകൊണ്ട്, ശിവകുമാറിനെ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് അദ്ദേഹം നേരെ വളരെ അതീവ സുരക്ഷയുള്ള മേഖല, അവിടെ യാതൊരു വിധത്തിലും 4 പേരിൽ കൂടുതൽ കൂടാൻ പാടില്ല എന്നുള്ള 144 പോലുള്ള ആ ഒരു എമർജൻസി ഡിക്ലറേഷൻ ഉള്ള ഒരു സ്ഥലത്ത് അദ്ദേഹം ഈ മുഴുവൻ എംപിമാരെയും രഹസ്യമായി കൊണ്ടുവന്നെത്തിക്കുകയാണ്. എന്നിട്ട് അവിടെ അദ്ദേഹത്തിന്റെ ഷോ മുഴുവൻ കാണിക്കുകയാണ് ഉണ്ടായത്. ഒടുവിൽ പാർലമെന്റിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ ഒരു വലിയ കെയോസ് സൃഷ്ടിക്കുകയും ചിലർ അവിടെ നേരെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചാടിക്കയറുമെന്ന ഒരു അവസ്ഥ വരെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പോലീസിന് അത് നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം എത്തി. കാരണം പോലീസ് ലക്ഷക്കണക്കിന് വരുന്ന കുട്ടികൾ പങ്കെടുക്കുന്ന ആ പ്രക്ഷോഭവും അതിനിടയ്ക്ക് അവിടെ കടന്നുകൂടിയിട്ടുള്ള ഹുളിഗാൻസിന്റെ ഗുണ്ടകളുടെയൊക്കെ പ്രവർത്തനം, ഇതെല്ലാം നിയന്ത്രിക്കാനായിട്ട് നിന്നപ്പോഴാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് തന്നെ അവിടെ വരുമ്പോഴെല്ലാം അദ്ദേഹം കയ്യിലൊരു സാധനം വെക്കും, അത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. ആ ഇന്ത്യൻ ഭരണഘടനയിൽ ഏറ്റവും ആദ്യവും അവസാനവും പറയുന്ന ഒരു കാര്യം റൂൾ ഓഫ് ലോ ആണ്, നിയമവാഴ്ച. ആ നിയമവാഴ്ച നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നയാളാണ് ഇവിടുത്തെ ക്യാബിനറ്റ് മന്ത്രിമാർ. അതുപോലെ ക്യാബിനറ്റ് റാങ്കിലുള്ള പ്രതിപക്ഷ നേതാവിനും അതിന് ബാധ്യതയുണ്ട്. നമ്മള് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ പോലും സിവിൽ ഡിസൊബീഡിയൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ബ്രിട്ടീഷുകാരാണ് നടത്തിയത്. നമ്മുടെ രാഷ്ട്രത്തിലുള്ളവര് നമ്മുടെ രാഷ്ട്രത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ജനായത്ത രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഒരു പ്രക്ഷോഭം നടത്തുമ്പോൾ നമ്മൾ റൂൾ ഓഫ് ലോയെ ലംഘിക്കുന്ന വിധത്തിൽ ചെയ്യാമോ? ശരിക്കും പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് വേണമെങ്കിൽ ഇവരെ മുഴുവൻ പിടിച്ചകത്തിടാം. രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ഇവൻ ഖാർഗെ അവിടെ വന്നു, ബർത്ത്ഡേ ആയിട്ട് പോലും അവിടെ വന്നു, നമ്മുടെ 2 മുഖ്യമന്ത്രിമാർ വന്നു, അവരെയും പിടിച്ച് ജയിലിടാനുള്ള വ്യവസ്ഥയുണ്ട്. കാരണം അവിടെ അങ്ങനെ കൂടാൻ പാടില്ല. അൺറൂളി ആയിട്ടുള്ള ഒരു മോബോ, അല്ലെങ്കിൽ ഇനി റൂളി ആണെങ്കിൽ പോലും അത്രയ്ക്ക് കൂട്ടത്തോടു കൂടി ഒരു മോബോ അവിടെ വരാൻ പാടില്ല. പ്രധാനമന്ത്രിയെ സന്ദർശിക്കാൻ വരുന്ന വിദേശ പ്രതിനിധികളടക്കം അല്ലെങ്കിൽ തലവന്മാരടക്കമുള്ളവർക്ക് മാത്രം കടന്നു വരാനുള്ള ഒരു എൻട്രി ഉള്ള ഗേറ്റിന്റെ അവിടെയൊക്കെയാണ് അവർ വന്ന് നിന്നത്. അവിടെ ഡ്രോൺ പറത്തുകയുണ്ടായി ഈ പ്രക്ഷോഭകാരിൽ ചിലര്. അത് പ്രധാനമന്ത്രിയുടെ വസതിക്ക് ചുറ്റും, അത് അദ്ദേഹത്തിന്റെ ജീവന് പോലും സുരക്ഷാ ഭീഷണി നേരിടുന്ന ഒരു ഘടകമാണെന്ന് IB അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ അദ്ദേഹം അവിടെ നടത്തി. അതിനുശേഷം 2ാമത്തെ ദിവസം അദ്ദേഹം ഇന്ത്യ ഗേറ്റിലേക്ക് പോകാൻ നോക്കി. അവിടെ നടന്നില്ല. അവസാനം ഗാന്ധി പ്രതിമയുടെ അവിടെ വന്ന് ഈ തടസ്സങ്ങൾ പോലീസ് പ്രതിരോധിച്ചത് മുഴുവൻ വകവയ്ക്കാതെ അദ്ദേഹം മുന്നിൽ പോയി നടത്തുകയുണ്ടായി. ഇതെല്ലാം കാണിക്കുന്നത് അദ്ദേഹത്തിന് ധീരനാവാൻ, ശക്തനാവാൻ, ഈ കുട്ടികളുടെ പ്രക്ഷോഭത്തിന്റെ ഇടയിൽ അതിനേക്കാൾ വലുത് താനാണെന്ന് കാണിക്കാനുള്ള വെപ്രാളമായിരുന്നു. അത് കഴിഞ്ഞ് അവസാനം അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ ഷോ ആണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വിചിത്രമായ ഷോ. അതിനു മുമ്പ് അദ്ദേഹത്തിന് പറ്റിയ വലിയൊരു അമളി എന്ന് പറയുന്നത് ഈ ചർച്ച പ്രതിപക്ഷത്തിനെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പാർലമെന്റിനകത്ത് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുന്നത് അടക്കമുള്ള വിഷയങ്ങൾ, കോമ്പൻസേഷൻ കുട്ടികൾക്ക്, ആത്മഹത്യ ചെയ്ത കുട്ടികൾക്ക് കൊടുക്കുന്നത് അടക്കമുള്ള വിഷയങ്ങൾ, അടുത്ത പരീക്ഷ ഉൾപ്പെടെ ഇനി പരീക്ഷ ക്രമക്കേട് നടത്തിയാൽ അത് എങ്ങനെ പരിഹരിക്കണമെന്നുള്ള ബില്ല് സഹിതം ഉള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പലവട്ടം വിളിച്ചിട്ടും രാഹുൽ ഗാന്ധി അവിടെ പോയില്ല. പക്ഷെ രാഹുൽ ഗാന്ധി അവിടെ നിന്ന് ഒളിച്ചോടുകയും പ്രധാനമന്ത്രിയുടെ വസതിയുടെ മുമ്പിൽ പോയി നിൽക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇന്നലെ അദ്ദേഹം ഇതുപോലെ വീണ്ടും തന്റെ ധൈര്യം കാണിക്കാനായിട്ട് അമിത്ഷായെ വെല്ലുവിളിച്ചുകൊണ്ട് വന്നു. അദ്ദേഹം അവിടെ വെച്ചാണ് ഇഡിയറ്റ് എന്നുള്ള പരാമർശം നടത്തിയത്. അദ്ദേഹം എല്ലാ കാലത്തും മോദിക്കെതിരെയും അതുപോലെ തന്നെ അമിത്ഷായ്ക്കെതിരെയൊക്കെ വലിയ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അന്നെല്ലാം അദ്ദേഹത്തിന് ഏതെങ്കിലും കോടതിയുടെ കയ്യിൽ നിന്ന് കൊട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത് പാർലമെന്റിനകത്തായതുകൊണ്ട് അത് കിട്ടില്ല. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന്റെ ആ പ്രസ്താവന അവിടുന്ന് എടുത്ത് കളയേണ്ട അവസ്ഥ വന്നു. അദ്ദേഹത്തിന് അല്പമെങ്കിലും ബുദ്ധിയുണ്ടെങ്കിൽ ഇഡിയറ്റ് എന്നല്ല ഞാൻ പറഞ്ഞു, ഇഡി അറ്റ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടായിരുന്നു. ഇഡി എനിക്ക് നേരെ വന്നിട്ടുണ്ട്, അതിനെ കൂടെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇത്രയും വലിയ ഒരു നാണക്കേട് ഉണ്ടാവില്ലായിരുന്നു. ഞാൻ 2 വിധത്തിലാണ് ഇത് പറഞ്ഞത്. ഇഡിയറ്റ് എന്ന് പറഞ്ഞത് വിദ്യാർത്ഥികൾ പറഞ്ഞതിന് പുറമെ എനിക്കറിയാം ഇഡി എന്റെ നേരെ എപ്പോഴും വരാറുണ്ട്. അതുകൂടെ എന്റെ നേരെ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ഇന്ത്യ മുന്നണി ആൾക്കാരുടെ നേരെയും വരാറുണ്ട്. അതുകൂടെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം അവിടെ ഒരു സോറി ഫിഗർ ആയി പോവുകയും അതിൽ നിന്ന് എടുത്തു കളയുകയും
നിയമസഭയുടെ പാർലമെന്റ് റെക്കോർഡിൽ Yes. നിന്ന് ഇതെല്ലാം എടുത്തു കളയുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ടായി. ഇവിടെ അദ്ദേഹം വലുതായി വന്ന് പ്രസ്താവനകൾ നടത്തി ചെറുതായി പോയി എന്നുള്ളതിന് സംശയം. യെസ്, പലപ്പോഴും ഒരു സ്ട്രോങ് ഓപ്പോസിഷൻ ലീഡർ ആണ് എന്ന് തെളിയിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി കാട്ടിക്കൂട്ടുന്ന ചില കാട്ടിക്കൂട്ടലുകളുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റേതായ രീതിയിലുള്ള ചില പ്രസ്താവനകൾ, അത്തരത്തിലുള്ള ചില വാക്പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. പലപ്പോഴും അത് വലിയ വിമർശനങ്ങൾക്കും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കേന്ദ്രമന്ത്രിമാരെയോ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഭാഷകൾ ഉപയോഗിച്ച് അദ്ദേഹം നേരിടുന്നതും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ഒടുവിൽ വേണുഗോപാൽ സർ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ വലുതാകാൻ വേണ്ടി ചെറുതായി പോകുന്ന ഒരു രാഹുൽ ഗാന്ധിയാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതിപക്ഷ പാർട്ടിയാണ്, പ്രതിപക്ഷ നേതാവിനെയാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് കാണാൻ സാധിക്കുന്നത്. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.